ഹായ്! ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് ചാർട്ട്സും ടേബിൾസും ഒക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കുട്ടി ചോദിച്ചിരുന്നു ഈ ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കാണിച്ചു തരുമെന്ന്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ ഓർഗാനിക് കെമിസ്ട്രി ചാർട്ട്. ആദ്യം നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പല സെറ്റ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. നമ്മൾ ഏതാണോ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. അതായത് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ടേബിൾ വരയ്ക്കണം. ഈ ടേബിൾ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ നെയിം. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹാലോജിനേഷൻ ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ എഴുതുക ഹാലോജിനേഷൻ. സെക്കൻഡ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ആ റിയാക്ഷൻസിന് ആവശ്യമായിട്ടുള്ള റിയേജൻസ് ഇല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ നൈട്രേഷൻ, HNO3, H2SO4 അങ്ങനത്തെ റിയേജൻസ് ഒക്കെ ഇല്ലേ, അതാണ് നമ്മുടെ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്. ഇനി തേർഡ് കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു റിയാക്ഷനാണ്. അതായത് നമ്മൾ ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആ റിയേജൻ്റ് ആക്കുക എൻ പ്രൊഡക്റ്റ് എന്നാണ്. ഇനി ലാസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് നമ്മുടെ എൻ പ്രൊഡക്റ്റാണ്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് മിക്കതും കിട്ടുന്നത് ഈ കൺവേർഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെറ്റീരിയൽ സ്റ്റാർട്ടിങ് ചെയ്ത് അതിൻ്റെ എൻ പ്രൊഡക്റ്റ് ഏതാണ്. അപ്പോൾ ഇതിൻ്റെ മിക്ക ആൻസറും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയലും എൻ പ്രൊഡക്റ്റും എഴുതിയാൽ തന്നെ നമുക്ക് ആ ഒരു റിയാജൻ ചെയ്താൽ നമുക്ക് കത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ വരയ്ക്കുന്നൊരു മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ജെമിനിയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ വേണ്ടതെന്ന് ജെമിനിയോട് പറയാം, ഒരു ടേബിൾ ഉണ്ടാക്കാൻ പറയാം. അപ്പോൾ ജെമിനി കറക്റ്റ് ഒരു വൈറ്റ് ബോർഡിൽ എഴുതുന്ന പോലെ എഴുതിത്തരും. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ദേ ഇങ്ങനെയാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് നമ്മൾ പോവാം, നമ്മുടെ പ്രോംപ്റ്റ് അടിക്കുക, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറയാം, നമുക്ക് ഇമേജ് ജനറേറ്റ് ആക്കി തരും ജെമിനി. ഇത് പക്ഷെ നമുക്ക് പ്രിൻ്റ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷെ നമുക്ക് എഴുതി പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അത് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുക. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത് ഫ്ലോ ചാർട്ട് മെത്തേഡാണ്. ഈ ഫ്ലോ ചാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് എഴുതും. എക്സാമ്പിൾ നമ്മുടെ ഫീനോൾ ആണെന്ന് എഴുതും. ആ ഫീനോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും താഴോട്ടും മുകളിലോട്ടും പല ആരോസ് വരച്ചിട്ട് എന്തൊക്കെ ചെയ്ത് റിയാക്ട് ചെയ്താലാണ് നമുക്ക് ഫീനോൾ കിട്ടുക, ഫീനോളിന് എന്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് വേറെ റിയാക്റ്റൻസ് കിട്ടുക, അങ്ങനത്തെ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ഷോർട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡിൽ നമുക്ക് ഫോളോ ചെയ്യാം. അത് നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലും പലതരത്തിലുള്ള റിയാക്ഷൻസിൻ്റെ ഫോട്ടോസും ഇമേജസും വീഡിയോസും ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കി എഴുതാം. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ എഴുതാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ എഴുതുമ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ മാത്രം എഴുതി പോകരുത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു സാധനം നമ്മൾ എഴുതി, സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റ് എഴുതി, അതിന് റിയേജൻസ് എഴുതി, സ്ട്രക്ചർ എഴുതി. ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആൽക്കഹോളിന് എഴുതാം. ആൽക്കഹോളിന് റിഡക്ഷൻ നടത്തുമ്പോൾ എന്താവും, ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ എന്താവും, ആ ഒരു ഫ്ലോ ചാർട്ട് ആലോചിക്കുക. പിന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ടിപ്പ്, നമ്മൾ പഠിക്കുന്നത് നമ്മുടെ +1 തൊട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഹൈഡ്രോ കാർബൺസ്, അത് കഴിഞ്ഞ് ആൽക്കഹോൾ ഫിനോൾ ചെയ്തത്, അതിന് പകരം ആൽക്കഹോൾസ് മാത്രമാക്കാം. ഹൈഡ്രോ കാർബൺസ്, ആൽക്കഹോൾ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഈ 4 പേരും നിങ്ങൾ എഴുതാം. ഇത് മോളിന്ന് പറയുമ്പോൾ, അതായത് ഹൈഡ്രോ കാർബൺസിനെ ആൽക്കഹോൾ ആക്കാൻ, ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാൻ, ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കാൻ. എന്താണ് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ ചെയ്യുക, പറയൂ, അത് എഴുതാം. ഇനി കാർബോക്സിലിക് ആസിഡിന് തിരിച്ച് നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ ആക്കുക, ആൽഡിഹൈഡ് കീറ്റോണിനെ തിരിച്ച് ആൽക്കഹോൾ ആക്കാം. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ആരോ മെത്തേഡ് വഴി നിങ്ങൾക്ക് ചെയ്യാം. സോ ദീസ് ഓൾ ആർ ദ മെത്തേഡ്സ് ടു ലേൺ ഓർഗാനിക് കെമിസ്ട്രി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് പഠിക്കാൻ എളുപ്പമാവും. പിന്നെ നമ്മളിത് ഡെയിലി ഒരു ദിവസം കൊണ്ട് നമ്മളിത് എഴുതി പഠിച്ച് നമുക്കൊന്നും കിട്ടില്ല. ഡെയിലി നമ്മളിത് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ റിവിഷനൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി സെറ്റ് ആവുള്ളൂ. So the more you read, more you practice, more you write, more it sticks to your brain. So that's all about this video. Thank you so much.